ജനൻ ടിവിയും സംഘപരിവാരവും ഒക്കെ വലിയ വിവാദമാക്കി കൊണ്ടാടി നടക്കുന്ന ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന കൊച്ചു പ്രദേശം എൻ്റെ നാട്ടിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. നല്ലൊരു പ്രദേശമാണ്. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന, ഇക്കാലം അത്രയും ഒരു ലഹള പോലും ഉണ്ടാകാതെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമും അടക്കം മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശത്തെയാണ് സംഘപരിവാരും കൂട്ടരും വലിയ വിവാദമാക്കി പേരിന്റെ പിന്നാലെ ആ നാടിനെ മുഴുവൻ അപമാനിക്കുന്നത്. ഈ നാടിന്റെ ഭക്ഷണം കഴിച്ച് ഈ നാട്ടിൽ നിലനിന്ന് ഈ നാടിന്റെ ന്യൂനപക്ഷ അവകാശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ ശത്രുവിനെ ഓർമ്മിപ്പിക്കാൻ പാകത്തിന് തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു സമൂഹം ഇതിനകത്തുണ്ട്. ജനങ്ങളുടെ മുക്കിൽ പാകിസ്ഥാൻ മുക്ക് പച്ച കുത്തിയതുപോലെയായി. ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ ഈ പ്രദേശത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് വിളിപ്പേരുള്ള ഒരു സ്ഥലത്താണ് ഏതു വിധേനയും അവസരം കിട്ടിയാൽ ഭാരതത്തെ തകർക്കാമെന്ന് സ്വപ്നം കാണുന്ന ശത്രുരാജ്യം. ആ ശത്രുരാജ്യത്തിന്റെ പേരിൽ കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. സംഘപരിവാർ പ്രചരണങ്ങളെ ശരിവെക്കും വിധം ഇടതുപക്ഷം ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്ത് ഒടുവിൽ പേര് മാറ്റി എന്ന് പരസ്യ പ്രസ്താവന കൊടുക്കേണ്ടി വന്നു. സംഘപരിവാരം സൃഷ്ടിക്കുന്ന പൊതുബോധത്തെ മറികടക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് കഴിയാതെ പോകുന്നത്? പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കുന്ന നടപടിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിൽ ആദ്യമായ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ മുക്കെന്നുള്ള പേര് തന്നെ തുടച്ചു നീക്കുന്ന രീതിയിൽ പേര് മാറ്റാനുള്ള അജണ്ട ഐക്യകണ്ഠേന പാസാക്കിയത്. ഈ പാകിസ്ഥാൻ മുക്കെന്നോ പാകിസ്ഥാൻ ജംഗ്ഷൻ എന്നുള്ള ഈ പഞ്ചായത്തിൽ എവിടെ ഉണ്ടായാലും അത് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഏകകണ്ഠമായി കഴിഞ്ഞ ദിവസം ഇവിടെ പാസ്സാക്കിയിരിക്കുന്നത്. ഇനി കേരളത്തിലെ ഭാരതത്തിൽ എവിടെയെങ്കിലും ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പേര് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തും ഇത് തുടക്കമാകട്ടെ. ഇത്തരത്തിൽ ശത്രുരാജ്യത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആര് അഭിമാനം കൊണ്ടാലും അവരെ രാജ്യത്തിന് പുറത്താക്കുക. എത്രമാത്രം വിഷലിപ്തമായ പ്രചരണങ്ങളാണ് ആ നാടിനെതിരെ പ്രചരിപ്പിക്കുന്നത്. ആ നാട്ടുകാരെന്ത് ചെയ്തിട്ടാണ്? യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ മുക്ക് എന്ന പേര് അവിടുത്തെ മുസ്ലിങ്ങളാണോ ആ പേരിട്ടത്? അല്ല. കുന്നത്തൂർ പഞ്ചായത്തിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏക പ്രദേശമാണ് ഈ പ്രദേശം. ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സംഘപരിവാർ ആശയം പേറുന്ന ചില ആളുകൾ അന്ന് മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടി പാകിസ്ഥാനികൾ പാകിസ്ഥാൻ മുക്ക് എന്ന് പറഞ്ഞ് വിളി തുടങ്ങിയത്. പണ്ടേതൊരു ബസ്സുകാരനൊരു പേര് പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങ് ഇതായതാ. ഇപ്പോഴും അത് നിലനിന്ന് പോവുക. മണലും പാറയും എടുക്കാൻ പോകുന്ന ലോറിക്കാർക്ക് ഒരു ഗതാഗത തടസ്സമായി. ഇവിടെ അടുത്തുള്ള മദ്രസയിൽ നിന്നും കുട്ടികൾ കൂട്ടത്തോടെ റോഡ് മുറിച്ച് കടക്കുമായിരുന്നു. ഇതിൽ അരിശം പൂണ്ട ലോറി ഡ്രൈവർമാർ ഈ പാകിസ്ഥാനികളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു തുടങ്ങി. കാലക്രമത്തിൽ ഈ സ്ഥലം പാകിസ്ഥാൻ മുക്ക് ആകുകയായിരുന്നു. എത്രമാത്രം കള്ളത്തരങ്ങളാണ് വിളമ്പുന്നത്. 25 താഴെ കുടുംബങ്ങൾ മാത്രമുള്ള മുസ്ലിങ്ങൾ അത് അവരുടെ മക്കൾ മദ്രസയിൽ നിന്ന് കൂട്ടത്തോടെ ഗതാഗത തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ എത്ര തമാശയാണ്. മദ്രസ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് 300-ലധികം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. ആ മദ്രസയുടെ മുന്നിൽ ഒരു ഗതാഗത തടസ്സവും ഇന്നുണ്ടാകുന്നില്ല. ഇവർ മുസ്ലിംസ് ഇവിടെ വന്ന് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചവർ കുറച്ച് കുടുംബമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു 100-200-300 കുടുംബത്തിൽ മേളുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പാകിസ്ഥാൻ മുസ്ലിങ്ങൾ വന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ. അപ്പോൾ സംഘപരിവാരം പ്രചരിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാനോട് സ്നേഹം മൂത്ത് മുസ്ലിങ്ങൾ ഇട്ട പേരല്ല പാകിസ്ഥാൻ മുക്ക് എന്നത്. എന്നാൽ ഔദ്യോഗികമായ ഒരു രേഖയിലും പാകിസ്ഥാൻ മുക്ക് എന്നില്ല. പഞ്ചായത്തിൻ്റെ പേര് കുന്നത്തൂർ എന്നാണ്. വാർഡിൻ്റെ പേര് ഐവറുകാല എന്നാണ്. അവിടെയുള്ള സ്കൂളുകൾ ഗവൺമെൻറ് ദേവിവിലാസം LP പ്രീ പ്രൈമറി സ്കൂള്, അതുപോലെ തന്നെ ഗവൺമെൻറ് LPS സ്കൂൾ അടക്കം ഒന്നും പാകിസ്ഥാൻ മുക്കല്ല, ഐവറുകാല എന്നുള്ളതാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളെടുത്താൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഐവറുകാല ശ്രീ മഹാഗണപതി ക്ഷേത്രം, ഇതൊക്കെയും പാകിസ്ഥാൻ മുക്ക് എന്ന പേരിലല്ല. മാത്രമല്ല അവിടുത്തെ ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് ഐവറുകാല എന്നാണ്. പോസ്റ്റ് ഓഫീസ് പുത്തനമ്പലമാണ്. ഇതിലേതാണ് പുനർനാമകരണം ചെയ്യേണ്ടത്? ജനങ്ങളെ അപഹാസ്യരാക്കുകയല്ലാതെ മറ്റെന്താണ് ഇക്കൂട്ടർ ചെയ്തു കൂട്ടുന്നത്? SDPI പോലുള്ള സംഘടനകൾക്ക് പാകിസ്ഥാൻ മുക്ക് ബ്രാഞ്ച് കമ്മിറ്റികളും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ നാട്ടിൽ SDPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബ്രാഞ്ചുണ്ട് എന്നതാണ് വലിയ അപരാധമായി സംഘപരിവാരം 70 വർഷം മുമ്പ് താമസിച്ചിരുന്ന മുസ്ലിങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു.
ഇന്നത്തെ തലമുറയെ പാകിസ്ഥാനെ ഇത്രമേൽ സ്നേഹിക്കുന്നോടാ എന്നും പറഞ്ഞും അവഹേളിക്കുകയാണ്. ഇതൊരു ജനതയിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് അധികാരികളും അതിന് കൂട്ടുനിൽക്കുന്നവരും ബോധ്യപ്പെടും.